ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് യോഗട്ടും പിന്നെ ഒരു 15 സോക്ക് ചെയ്ത് കാഷ്നട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മിക്സിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ചധികം തന്നെ കസൂരി മേത്തിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 kg ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ പീസായിട്ടുള്ള ചിക്കൻ തന്നെ വേണം കേട്ടോ. എല്ലാ പീസും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ഓരോ പീസ് ചിക്കനും എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാത്രം എടുത്താൽ മതി കേട്ടോ. ചിക്കൻ്റെ 2 സൈഡും ഒരു 90% കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ചെറിയ പീസായാൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വലിയ പീസായിട്ട് എടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റാം. ഓയിലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം തന്നെ ഫ്രഷ് ക്രീം ഒഴിക്കണം കേട്ടോ. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് അത് അങ്ങനെ തന്നെ വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. നമ്മുടെ അഫ്ഗാനി ചിക്കൻ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.